Hey guys, welcome back. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഗോൾഡ് കയറിയോ? ഗോൾഡൊക്കെ കയറി അത് പൊട്ടിച്ചിട്ടേ അത് ഇങ്ങോട്ടാക്കിയിട്ടേ ആരടിച്ച പിച്ചിൻ്റെ അടുത്ത് ഓടണത് നല്ല ആളാണ്. വാർഡിക്ക് വെട്ട് പേടിച്ച് ഒരു സോംബി ആവും അതിനങ്ങോട്ട് സ്പൈഡറാ ഞങ്ങട് കൊന്നിട്ട് അങ്ങോട്ട് പോയി. ഇങ്ങനെ പേടികളടാ പൊട്ടിക്കത് പെട്ടെന്ന്. ബെഡ് ഈസ് ഒബ്സ്ട്രാക്റ്റഡ് എന്നൊന്നും പറയുന്നുണ്ട്. അവിടെ ഒരുത്തൻ കത്തിക്കഴിഞ്ഞ് കത്തി. വീണ്ടും നമ്മുടെ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അതാരാടി നിന്റെ അമ്മൂമ്മയുടെ തല ആരടിച്ച സോംബി കത്തിക്കഴിഞ്ഞ സോംബി. പ്രൊട്ടക്ഷൻ കിട്ടാൻ മറ്റേത് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് തീയൊന്നും മേത്താണില്ല. കഴിക്കുക ആപ്പിള് ഇനിയിപ്പോൾ സ്പോട്ടിൽ ഡെഡാവും. സത്താവേ ആപ്പിൾ കുറേ തിന്നാൻ പറ്റും. ഹങ്കർ ബാർ അല്ലെങ്കിൽ ആപ്പിൾ തിന്നാൻ പറ്റും. മനുഷ്യതൊന്ന് പൊട്ടിച്ചിട്ടായി നരകത്തിക്ക് പോകാൻ വേണ്ടിട്ട് ഇത്ര ഷോ കാണിക്കണം. ആദ്യത്തെ എത്തിയത് കേസ് പൊട്ടി കഴിഞ്ഞു. ഓടെ ഹെൽത്ത് നല്ല സ്പീഡിൽ കയറില്ലോ. ഒരെണ്ണം കയറി 2-3 കയറി. ബെഡ് റോക്ക് അടിച്ചാണ് ഇഷ്ടം, ജാവ അടിച്ചാണ് ഇഷ്ടം. ജാവ ഷെയ്ഡർ 2000 രൂപ ഇനി. പക്ഷെ എനിക്ക് ബെഡ് റോക്കിന് ഇഷ്ടം. പൈസ കുറച്ച് കൊടുക്കുന്നുണ്ട്. 29 രൂപ അതിന് 2000 രൂപ. എന്തൊരു വ്യത്യാസാ. അത് എത്ര ക്രൈം ഒബ്സിഡിയനുള്ള അവിടെ ആ ഗോൾഡ് ഇങ്കറ്റാക്കിയേ. അവിടെ ഇരിക്കും. അവിടെ 6 ഉണ്ടല്ലോ. എന്ത് ഇത് ഗോൾഡ് ഗോൾഡിന്റെ ലെഗിൻസ് കേട്ടോ ഞാൻ പറയണ കേട്ടോ. അതിൽ പ്രൊട്ടക്ഷൻ 4 ഉണ്ട്. പ്രൊട്ടക്ഷൻ കിട്ടും. പ്രൊട്ടക്ഷൻ 2 ഉള്ളൂ. ശേ സാധനം ഒരു ഗോൾഡൻ ബൂട്ട് ഉണ്ടായി. എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കന്നെ. ഗോൾഡൻ ബൂട്ട് വേറൊന്നും ഉണ്ടാകുന്നുണ്ട്. ഗോൾഡൻ ബൂട്ട് അത്ര ഇനിയാണ് തോന്നട്ടെ. അത് ഇടും 2 കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ ഗോയിങ് ടു നെതർ. അയ്യോ നമ്മളിവിടെ സ്പോണാവും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാ ഒരു ഹേ എടുത്തിട്ട് പോവാൻ ഞാൻ പറഞ്ഞ ക്ലച്ച് ചെയ്യാറില്ല. എന്താ പറയാ ഗുഡ് താഴേക്കാണ് ഫോട്ടോസ് കൊടുക്കുക. ഞാൻ പറഞ്ഞുതരാം ഫോട്ടോസ്. ഇതാണ് പ്രശ്നം. നീ ഇങ്ങനെ രണ്ട് ചെയ്യുന്നതാണ് പോയി. ഫോട്ടോസ് ഇല്ല ഇതില് ഫോട്ടോസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. താഴേക്ക് കുഴിക്കണം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പോണായത്തുനിന്ന് താഴത്ത് ഡിഗ് ചെയ്യാനല്ലേ. എന്നാ നീ എന്നെ ചെയ്തോ ഡിഗ്. നേരെ ഡിഗ് ചെയ്തിട്ട് താഴെ നേരെ ചെന്ന് വീണ്ടിലാവേ. മണ്ടത്തരം ഞാൻ കാണിക്കാം. സുധീരെ പോലെ കുഴിക്കാനാണ് പ്ലാൻ. 2 ബ്ലോക്കായിട്ട് കുഴിക്കുന്നത്. അവിടെ നിന്ന് കുഴിച്ചിട്ട് നീ ഇപ്പുറത്ത് ആ ബ്ലോക്ക് പിടിച്ചിട്ട് താഴോട്ട് അതിന്റെ തുമ്പത്ത് സ്നീക്ക് ചെയ്തിരുന്നിട്ട് ആ ബ്ലോക്കിന്റെ തുമ്പത്ത് വീണ്ടും സ്നീക്ക്
ഉണ്ടാക്കണം ഇങ്ങനെ കുറച്ച് ആ ഷോർട്സ് ഒന്നുകൂടി കണ്ടേ ഗൈസ് പോരാ. ഓക്കെ വെയിറ്റ് ഗൈസ് കിട്ടിട്ടോ അങ്ങനെ. എവിടെയായിരുന്നു എന്നൊക്കെ നമ്മള് വീണ്ടും മുകളിലേക്ക് കയറാം. അല്ലടി ഈ കോഴ്സിക്ക് പോയാ മതി നീ 95 പോ. ഇതിപ്പോ 109, 95 പോ. ഈ കോഴ്സിൽ പോയാ മതി. 70 ആയാ മതി. ഇതിപ്പോ 49, 70 ആയാ മതി. നീ എന്താ ചെയ്യാണ്? അവര് പറഞ്ഞ വഴിനെ പറഞ്ഞ വഴിനെ പോട്ടൊരു മുട്ടയും കിട്ടാൻ പോകുന്നില്ല. അതിനെന്തിത്ര ദേഷ്യപ്പെടുന്നേ? ആള് തെറ്റിച്ചിട്ടാ പറഞ്ഞേ. പോന്ന് പറഞ്ഞിട്ട് ആള് താഴോട്ടാ പോയേ. അതിനിപ്പോ നിനക്ക് എന്താ? നമ്മളിവിടെ സ്പോണായി. ഇതിന്റെ റൈറ്റ് എവിടെ? റൈറ്റ് ഇപ്പുറത്ത്. കോഴ്സിക്ക് പോയാ മതി. റൈറ്റ് എബോന്ന് പറയുമ്പോ താഴോട്ടാണ് അടിക്കണേ. എബോ എന്ന് പറഞ്ഞ പിന്നെ എവിടെയാ? മുള്ള അറിഞ്ഞൂടാ. അങ്ങട് മുള്ളല്ല. എബോന്ന് പറഞ്ഞ മുള്ള. അവിടെ ഒരു കേവ് കാണാല്ലേ? അങ്ങോട്ട് പോയേ. കേവ് കേവിന്റെ ഉള്ളിൽ മാത്രം ഇറങ്ങി നോക്കാം. എങ്ങാനും വല്ല ഫോട്ടോസ് ഉണ്ടല്ലോ. ഈ കേവാണ്. ഹായ് ചേട്ടാ. അവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോഴ്സിക്ക് പോകും. ഞാൻ പറയണ 95, 94, 70 പോകും. 55 എന്നിട്ട് 20 പോകും. താഴോട്ടൊന്ന് കുളിച്ച് 70 പോ. 70 പോ. 70 പോ. 81 കിടക്കണേ. 70 പോ. 70 പോ. പൊക്കോണ്ടിരിക്കണല്ലേ? 70 പോവാൻ പറയുമ്പോ 81. 81 70 പോടി. അപ്പൊ എങ്ങനെ പോണ്ടേന്ന് ശരിയാക്കി തരാം. ഒറ്റരിപ്പിലെ ഡ്രാഗനെ കൊല്ലുന്നു. 70 പോവാൻ പറയുമ്പോൾ 76, 74, 73. ഇവിടെ 70, 89, 95 ആകണം. 89, 95 ആകണമെങ്കിൽ ഞങ്ങൾ താഴോട്ട് അങ്ങ് വിളിച്ചു. കണ്ട അതാ പറഞ്ഞൊരു ഹേബേൽ എടുത്തിട്ട് പോവാന്ന്. ഹേബേൽ എടുത്തിട്ട് ഞാനേ അതൊക്കെ ഡീസ്പോണായ ഞാൻ ഇവിടെ തല്ലിക്കൊല്ലും. ഡീസ്പോൺ ആവുന്നു. 7 മിനിറ്റ് ഉണ്ട് ഡീസ്പോൺ ആവാൻ കേട്ടാ. 7 മിനിറ്റ് ഇപ്പൊ പൊക്കോളും. 8 കേട്ടാ. 8 ആണിപ്പോ. ഞാൻ ഞങ്ങളുടെ ഹേ കൊണ്ട് ക്ലച്ച് ചെയ്തുതരാം. ഇല്ല ഗൈസ്, ഞാനേ ഓരോന്ന് കാണുമ്പോഴേ അവിടെ അതൊന്നും കാണാറില്ല. അതുകൊണ്ട് ഹേബേൽ കൊണ്ട് ക്ലച്ച് ചെയ്യാൻ പറ്റുന്ന തന്നെ അറിയില്ല. ക്ലച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്കറിയാം. ക്ലച്ച് ചെയ്യാൻ മാത്രമേ അറിയാവുന്നുള്ളൂ. അതിന്റെ മുകളിൽ ചാടിയാ മതി. അത്രേ ഉള്ളൂ. മതിന്ന് പോ വേഗം. ആ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പൊ ഇപ്പൊ കളിക്കുന്നത് നമ്മുടെ പ്രോ പ്ലെയർ കട. എന്റെ ക്യാരക്ടർ തന്നെ എന്റെ പേര്. എടാ ബ്രൂണ്ട് പോർട്ടൽ അവിടെ ക്ലച്ച് ചെയ്തിട്ട് ചെന്നിട്ട് കണ്ട. ഇത്ര ഉള്ള പരിപാടി ഗൈസ്. ഇവർക്കൊന്നും അറിയില്ല, പക്ഷെ ഷോ ഉണ്ട് കുറച്ച്. നമുക്ക് ഡാമേജ് അടിക്കും, പക്ഷെ അത്രയ്ക്ക് ഡാമേജ് അടിക്കില്ല. യു നോ ദാറ്റ്. മനസ്സിലായ? ഡാമേജ് അടിക്കും, ചിലപ്പോൾ ചാവും. എന്നുവെച്ചാൽ കാരണം ഫുൾ ഹേർട്ട് വേണം കേട്ടോ. ഫുൾ ഹേർട്ട് എനിക്ക് ഉറപ്പില്ല. നമ്മൾ ചിലപ്പോൾ ജീവിക്കുന്നു, സർവൈവ് ചെയ്യുന്നു എനിക്ക് ഒട്ടും ഉറപ്പില്ല. എന്നാലും ഞാൻ നോക്കട്ടെ. അതല്ല, മുകളിലേക്കല്ലേ മുകളിലേക്കല്ല പോയി, ഇങ്ങോട്ട് കാട്ട്. കേവിലേക്കാ പോയപ്പോൾ കണ്ട. കേവിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞതാ ഞാൻ. അതല്ല കേവ്, കേവ് അപ്പുറത്താ കേവ് ഉണ്ടായിരുന്നു. തേങ്ങാക്കോല
തേങ്ങാക്കോല ഇവിടെ ഇവിടെ അതാകെ പിഗ്ലിങ്സ് നിൽക്കണ കേവാണോ ഓ പടവന്മാരൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ചാവും ചാവും ചാവും. ഇവിടെ അല്ല നമ്മള് വന്നത്. അതാ പറഞ്ഞപ്പോ തരാൻ പറ്റിയില്ല. ഇപ്പൊ എന്താ കീപ്പിന് വേണ്ടി ഓണാക്കിയാലോ? ബാസ്കണാണ് അത്. ലാക്കോട്സിക്ക് പോയാ പോരെ? 95-70 ഒന്നും ഇല്ലാതിരി. 95-70 ആവും വരെ ഞാൻ ഓടും. 95-70 അങ്ങോട്ട് നേരെ പോ. അങ്ങോട്ട് നേരെ പോലെ അവിടെ എന്ത് 95-70 വേണ്ടേ? ഇപ്പൊ 88ആയി. 95 70 61 കുറഞ്ഞ ഇങ്ങോട്ട് പോണം. വന്ന സ്ഥലം ഇങ്ങോട്ട് പോണം. കണ്ട ആ ബ്ലേസ് റോഡ് എല്ലാതും ഇന്ന് കളക്ട് ചെയ്യേ. വിതർ സ്കെൽട്ടൻ വരുമ്പോഴേക്കും കളക്ട് ചെയ്യേ. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ക്ലച്ചിങ്. കുടിച്ച കണ്ട എത്ര ഹിട്ട് പോയി നിന്റെ. ഞാൻ അറിഞ്ഞും കൂടി ഞാൻ വീണു. സ്കെൽട്ടൻ ഔട്ടോ. ആർമർ ഇട് പെട്ടെന്ന്. ആർമർ ഇട്ടിട്ട് ചീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ബൂട്ടിട് 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 പെട്ടെന്ന് നീ കൊല്ല് വാളോണ്ട് കൊല്ല് പെട്ടെന്ന് കൊല്ലുമാര്. മൻസീനോ ഒട്ടും മൻസീനോ ചീറ്റടാന്ന് വന്നത്. ഞങ്ങൾ ചീറ്റൊക്കെ നന്നായിട്ട് ആരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് എത്ര ഹാർട്ട് ഉണ്ട് നോക്കി. ഞാൻ അവിടെ എങ്ങനെ സർവൈവ് ചെയ്തു? നിന്റെ കഴിവ് ഇപ്പൊ തന്നെ കണ്ടില്ലേ. വീഡിയോ ലെങ്ത് എത്രയാണ്? അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാൻ കഴിച്ചായി.